അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാ ആളുകളുടെയും ചെറുതും വലുതുമായ രോഗങ്ങളെ ശിഫയാക്കി തരുമാറാവട്ടെ. കടം തന്നുകൊണ്ടോ ദാരിദ്ര്യം തന്നുകൊണ്ടോ രോഗം തന്നുകൊണ്ടോ ഒന്നും അല്ലാഹു തആല നമ്മെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോക്ക് ഓരോരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ രോഗികളായാൽ, അതായത് നമുക്ക് രോഗം വന്നാൽ നമ്മൾ ഡോക്ടർമാരെ കാണിക്കും, അല്ലെ? ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ പല തരത്തിൽ ഉള്ള ഡോക്ടർമാരുണ്ട്, പല ഡിഗ്രികൾ എടുത്ത ഡോക്ടർമാരുണ്ട്, പല രോഗങ്ങൾക്കും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അങ്ങനെ ഏത് ഡോക്ടർ നമ്മൾ കാണാൻ പോയാലും ആ ഡോക്ടർമാരിൽ അധികവും, എല്ലാ ആളുകളല്ല ഞാൻ പറയുന്നത്, അധിക ഡോക്ടർമാരും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നിട്ട് മരുന്ന് എഴുതി തരുന്ന സമയത്ത് ഒരു കാര്യം പറയാറുണ്ട്: ഞാൻ 5 ദിവസത്തേക്കുള്ള മരുന്ന് എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതുന്നുണ്ട്. ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് ഭേദമില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം കുറവില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് വീണ്ടും വന്ന് കാണണം എന്ന് പറയാറുണ്ട്, അല്ലെ? ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഇല്ലേ? ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ പറയുന്ന ഒരുപാട് ഡോക്ടർമാരെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഞാൻ ഇവിടെ ഏതെങ്കിലും ഡോക്ടറെ പരിചയപ്പെടുത്താനോ ഏതെങ്കിലും ഡോക്ടറെ കുറിച്ച് പറയാനോ വന്നതല്ല. നിങ്ങളെ ശ്രദ്ധയെ ബഹുമാനപ്പെട്ട സയ്യിദന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാനിവിടെ ചരിത്രം പറയുകയല്ല, അത് വളരെ വിശാലമായ ചരിത്രമാണ്, അത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. എന്നാൽ ആ ചരിത്രത്തിന്റെ ഏകദേശ അവസാന ഭാഗമാകുന്ന ചെറിയ ഒരു ഭാഗം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.